അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ വതആവനു ബിൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം പുണ്യത്തിന്റെ വിഷയത്തിലും നല്ല കാര്യങ്ങളിലും പരസ്പരം സഹകരിക്കണമെന്നും വലാ തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലും തെറ്റുകളുടെ വിഷയത്തിലും പരസ്പരം സഹകരിക്കരുത് എന്നും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഓരോ വ്യക്തിയും ഉമ്മയുള്ള, വാപ്പയുള്ള, അനുജന്മാരുള്ള, സഹോദരന്മാരുള്ള, വലിയ സുഹൃത്ത് വലയങ്ങളുള്ള, മക്കളുള്ള, ഭാര്യമാരുള്ള നമ്മൾ ഓരോരുത്തരും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക ഒരൊറ്റ വ്യക്തിയായിക്കൊണ്ടാണ്. ഒരു കുടുംബത്തിലെ ആളുകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്ത് നിർത്തുന്നു. അതല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരു സൈഡിൽ, ഇന്ന സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ഒരു സൈഡിൽ, ഇന്ന ഗ്രൂപ്പിന്റെ ആളുകൾ ഇവിടെ, ഇന്ന തറവാടിന്റെ ആളുകൾ ഇങ്ങനെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിൽ പറഞ്ഞത് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടുക, എല്ലാവരും അവിടെ എത്തിച്ചേരുക ഫർദ, ഒരൊറ്റ വ്യക്തിയായിക്കൊണ്ടാണ്, ഒറ്റക്കാൾ. അതുപോലെ തന്നെ ലഖദ് ജിഅ്തുമൂന ഫുറാദ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ നമ്മളോട് പറയാ ലഖദ് ജിഅ്തുമൂന ഫുറാദ, ഒറ്റക്കൊറ്റക്കായിക്കൊണ്ടായിരിക്കും നിങ്ങളെ കൊണ്ടുവരിക. ഫലം നുഗാദിർ മിൻഹും അഹദ, നിങ്ങളിൽ ഒരാളും വന്ന ദിവസം വിട്ടുപോകുന്നതല്ല. നിങ്ങളിപ്പോ ഓതി അവസാനിപ്പിച്ച്, നമ്മളെല്ലാവരും ഓതി അവസാനിപ്പിച്ച സൂറത്തുൽ കഹ്ഫിലെ ഒരു ഭാഗമാണ് വലം നുഗാദിർ മിൻഹും അഹദ, ഒരാളും വിട്ടുപോകാതെ ഒറ്റക്കൊറ്റക്കായി ഖിയാമത്ത് നാൾ വരെയുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള എല്ലാ മനുഷ്യന്മാരും ഒറ്റക്കൊറ്റക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ ആദ്യം, നിങ്ങളുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണോ ആരംഭിച്ചത് ആ രൂപത്തിലായിരിക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം തുഹ്ശറൂൻ, നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക ഹുഫാതൻ, ചെരുപ്പ് ധരിക്കാത്തവരായിട്ടാണ്, ഉറാതൻ, വസ്ത്രം ധരിക്കാത്ത നഗ്നരായിക്കൊണ്ടാണ്, ഊർലൻ, ചേലാകർമ്മം ചെയ്യാത്ത ആളുകളായിക്കൊണ്ടാണ്. അപ്പൊ നഗ്നരായിക്കൊണ്ട് ചെരുപ്പ് ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാത്ത രൂപത്തിൽ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങൾ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളെ നാളെ ഒറ്റക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഈ ഹദീസ് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാഉ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ വന്ന് സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത് ആളുകൾ വസ്ത്രം ധരിക്കാതെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ റസൂലേ? അവരുടെ നഗ്നതയിലേക്ക് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫഖാല അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്, ആയിഷ അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന പല വിഷയങ്ങളും അവിടെ ഉള്ളപ്പോ ഈ ഒരു വിഷയത്തെ പറ്റി ഒരു മനുഷ്യനും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ ഒരാളുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യൻ, എന്തിനും ഏതിനും സഹായങ്ങൾ വേണ്ടി വരുന്ന, ഒന്ന് കാലൊടിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേണ്ടി വന്നാൽ സ്വയം ബോധ്യപ്പെടുന്ന പല വിഷയങ്ങളും നമുക്കറിയാം. ഒരാളുടെയും സഹായമില്ലാതെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും നമുക്കൊരു കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഉളുക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ സാധ്യമാവണമെന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനെ ഒറ്റക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഒരാൾക്കും ഒരാളുടെയും കാര്യം അന്വേഷിക്കാനോ, ഒരാൾ വസ്ത്രമില്ലാതെയാണ് അവിടെ വന്നത് എന്നോ, ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ടോ, എന്റെ കുടുംബക്കാരെല്ലാരും വന്നിട്ടുണ്ടോ, എല്ലാരും ഖബറിൽ നിന്ന് കൊണ്ടുവന്നു, ഇതൊന്നും ഒരാൾക്കും അന്വേഷിക്കാൻ താല്പര്യമില്ലാത്ത, ഒന്നിനെ പറ്റിയും ഒരാൾക്കും അന്വേഷിക്കേണ്ടാത്ത, അതൊന്നും അവന്റെ ലിസ്റ്റിലില്ലാത്ത ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുകയാണ്. സൂറത്തുൽ അബസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ യൗമ യഫിറുൽ മർഉ മിൻ അഖി, അന്നത്തെ ദിവസം വിശേഷങ്ങൾ അന്വേഷിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ
എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനോ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്ന് ചോദിക്കാനോ അല്ല. യൗമ യഫിറുൽ മർ, ആളുകൾ ഓടി അകലുകയാണ്. മിൻ അഖീ, അവന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന്, തന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന് യഫിറു, അവൻ ഓടി അകലുകയാണ്. വ ഉമ്മിഹി വ അബി, അവന്റെ ഉമ്മയുടെ അടുക്കൽ നിന്ന്, അവന്റെ വാപ്പയുടെ അടുക്കൽ നിന്ന്. കാലങ്ങളായിട്ടുണ്ടാവും ചിലപ്പോ കണ്ടിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളായിരിക്കും. പക്ഷെ തന്റെ ഉമ്മയുടെ അടുക്കൽ നിന്ന് യൗമ യഫിറു, അവൻ അവന്റെ ഉമ്മയുടെ അടുക്കൽ നിന്ന് ഓടി അകലുകയാണ്. അവന്റെ വാപ്പയുടെ അടുക്കൽ നിന്ന് അവൻ ഓടി അകലുകയാണ്. വസ്വാഹിബതിഹി വബനി, അവന്റെ ഭാര്യയുടെ അടുക്കൽ നിന്നും അവന്റെ മക്കളുടെ അടുക്കൽ നിന്നും ഒരുവൻ ഓടി അകന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഒരാൾക്ക് അന്നേ ദിവസം വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കാതെ, വേറൊരു കാര്യത്തിനെ പറ്റി ശ്രദ്ധിക്കാതെ, ബോധേടാവാതെ, അത്രയേറെ അവന്റെ ഹൃദയത്തിനെ പിടിച്ചു കുലുക്കുന്ന വിഷയങ്ങൾ അവന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കും. അന്ന് ഒരാളോടും ഒരു സഹായം ചോദിക്കാനോ, ഒരാളെ ഒന്ന് അങ്ങോട്ട് പോയി സഹായിക്കാനോ, വിശേഷങ്ങൾ അന്വേഷിക്കാനോ, സ്വന്തം ഉമ്മയെ കാണുമ്പോൾ ഒന്ന് ചെന്ന് കാണാനോ, സ്വന്തം മക്കളെ കാണുമ്പോൾ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിക്കാനോ, ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും യൗമ യഫിറു, ഇവരിൽ നിന്ന് എല്ലാ മനുഷ്യർ ഓടി അകലുന്ന ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ പറയാ, ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അന്നത്തെ ദിവസം ഇവിടെ ഹാഹുനാ ഹമീം, ഇവിടെ ഒരു ഹമീമും ഉണ്ടാവുന്നതല്ല, ഒരു ഉറ്റ ബന്ധുവും നമുക്കുണ്ടാകും. ചിലപ്പോ നമുക്കൊരാളോടും പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ പറയാൻ, ഏത് പാതിരാത്രി വിളിച്ചാലും, എന്താവശ്യത്തിന് നമ്മൾ വിളിച്ചാലും അപ്പൊ ഫോൺ എടുത്ത് നമ്മുടെ വിളി കേട്ട് ഓടി വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ സ്വദീഖിൻ ഹമീം, അങ്ങനെ ഒരാളൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരാളെയും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും അങ്ങനത്തെ സുഹൃത്തുക്കൾ. എത്ര വലിയ അപകടത്തിൽ നമ്മൾ പെട്ടുപോയാലും, എത്ര വലിയ സാമ്പത്തിക പ്രശ്നത്തിലാണെങ്കിലും, വേറൊരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ, നമ്മളെ ഒരാളും സഹായിക്കൂല എന്ന് നമുക്കറിയാവുന്ന രംഗങ്ങളിലും സമ്പത്ത് കൊണ്ട് നമ്മളെ സഹായിക്കാൻ, ആശ്വാസ വാക്കുകൾ കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ വളരെയേറെ ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകൾ നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ വല സ്വദീഖിൻ ഹമീം, അന്ന് അങ്ങനെ ഒരാളുണ്ടാവില്ല. അന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാനോ, നമ്മുടെ ആവശ്യങ്ങളൊന്ന് കേൾക്കാനോ, നമ്മളെ ആശ്വസിപ്പിക്കാനോ, അത് സാരില്ല, പോട്ടെ, പടച്ചോൻ അതൊക്കെ നിനക്ക് പുറത്തു തരും, നീ വിഷമിക്കാതെ എന്നൊന്നും പറയാൻ ഒരാളും, ഒരു ആശ്വാസവാക്കുകൊണ്ട് നമ്മുടെ ഉമ്മ പോലും നമ്മുടെ അടുക്കൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. യുബസ്വറൂനഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവർക്ക് കാണിക്കപ്പെടും. യവദ്ദുൽ മുജ്രിം, കുറ്റവാളികളായ ആളുകൾ, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയ ആളുകൾ ഇതൊക്കെ കാണുമ്പോ, ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനി, സ്വന്തം കുട്ടിയെ ഫിദിയ കൊടുത്ത് ഒരു ഉമ്മ, റബ്ബേ ഞാൻ എന്റെ കുട്ടിയെ പകരം തരാം, ലൗ യഫ്തദീ മിൻ അദാബ്, ഈ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇളവ്, ശിക്ഷ എനിക്ക് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല, എന്റെ കുട്ടിയെ പകരം ഞാൻ തരാം, എന്റെ ഉമ്മയെ പകരം ഞാൻ തരാം, എന്റെ വാപ്പയെ പകരം ഞാൻ തരാം, എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല. ആ ദിവസത്തിന്റെ ഭയാനകത കാണുമ്പോൾ യഫ്തദീ മിൻ അദാബ്, ആ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇളവ്, എന്തെങ്കിലും ഒരു കുറവ്, ഒരു അല്പം വെള്ളം അവിടെ, ഒരല്പം തണുത്ത കാറ്റ്, ഒരല്പം ആശ്വാസ വാക്കിനു വേണ്ടി സ്വന്തം മകനെ പോലും, സ്വന്തം മകളെ പോലും പണയം വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മളെല്ലാവരും കാലെടുത്തു വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ നമ്മളോട് പറയാ, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെയും പാപങ്ങളോ പ്രയാസങ്ങളോ ഏറ്റെടുക്കാത്ത ദിവസം. ഇന്ന് ഇവന്റെ കാര്യം നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കോ. ഇന്നുണ്ടാവും നമുക്ക് ഈ ദുനിയാവില് നമ്മുടെ ഉപ്പയുണ്ടാകും, ചിലപ്പോ നമ്മുടെ കൂടെ, ചിലപ്പോ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും. നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കോ, ഞാനുണ്ട് നിന്റെ കൂടെ, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് പറയാൻ ഇന്നിവിടെ ആളുകൾ ഉണ്ടാകും. അത് ഞാൻ നോക്കിക്കോളാം. ഇന്നൊരു പക്ഷെ ഒരാളെ കൊലപ്പെടുത്തിയാൽ തന്നെ അയാള്, ആ കൊലയാളി ജയിലിൽ പോകുന്നതിന് പകരം സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ പകരം എനിക്ക് പൈസ തന്നാ മതി, എന്റെ കുടുംബത്തിന് ചെലവിന് കൊടുത്താൽ മതി, ഞാൻ പോയി ജയിലിൽ കിടന്നോളാം, നമ്മുടെ കുറ്റങ്ങൾ ഏൽക്കാൻ ഇന്നിവിടെ ആളുകളുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കേസില് വലിയൊരു ആരോപണം വന്നപ്പോ ആ വ്യക്തിക്ക് പകരമായി ഇപ്പൊ വേറൊരാൾ ജയിലിൽ പോയി കിടക്കുക, ആ വ്യക്തി ചെയ്യാത്ത ഒരു കുറ്റത്തിനു വേണ്ടി.
അതാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുറ്റങ്ങൾ ഏൽക്കാൻ, അത് ചിലപ്പോ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അത് ഞാൻ ചെയ്തതാണ് എന്ന് പറയാൻ, നമ്മുടെ കുറ്റങ്ങൾ ഏൽക്കാൻ വേണ്ടി നമുക്ക് പകരം ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. അത് സമ്പത്തിനു വേണ്ടിയും സ്നേഹത്തിനും വേണ്ടിയും ഒക്കെ മറ്റൊരാളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ, അത് അവനല്ല ചെയ്തത്, അത് ഞാനാണ് ചെയ്തത് എന്ന് പറയാൻ ഈ ദുനിയാവിൽ ആളുകൾ ഉണ്ടാകും. എന്നാൽ ഒരാളും ചെയ്ത ഒരു തെറ്റ്, അത് നീ കാരണല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാൻ, ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും പറയാൻ, അത് സാരമില്ല എന്ന് പറയാൻ പോലും ഒരാളുണ്ടാവില്ല. അങ്ങനെ അവൻ ഒരാളെ വിളിക്കുകയാണ്, അങ്ങനെ അവന്റെ ഒരു വിഹിതം ഏറ്റെടുക്കാൻ ഒരാൾ അവൻ അന്വേഷിക്കുകയാണ്. കാരണം നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് എന്നെടുത്ത് ചാടിയത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, നീ എന്നോട് അങ്ങനെ പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തത്, നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല, നീ അന്ന് എന്റെ കൂടെ കൂടി എന്നെ പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊന്നും പറഞ്ഞൊരാളെ വിളിക്കാൻ, ഇതിന്റെ വിഹിതം നീയും കൂടി ഏൽക്കണം, ഇതിന് നീയും കൂടെ ഉത്തരവാദിയാണ്, ഇതെന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇതെന്റെ കയ്യിൽ മാത്രം ഉണ്ടാകുന്നല്ല, ഈ തെറ്റുകളൊക്കെ ഞാൻ മാത്രം ചെയ്തല്ല, നീയും കൂടെ ഇതിലുണ്ട് എന്ന് പറയാൻ, കൂട്ടുപ്രതികളെ ചേർക്കാൻ അങ്ങനെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ലാ യുഹ്മൽ മിൻഹു ശൈഅ, അന്നൊരാളും അത് ഏൽക്കാൻ വരൂല. ഇന്ന് ഈ ദുനിയാവിൽ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എന്താവശ്യത്തിനും നമ്മുടെ ഒപ്പം ചങ്ക് പറിച്ചു തരുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. വലാ യുഹ്മൽ മിൻഹു ശൈഅ, ഒരു വാക്ക് പോലും, നമ്മൾ സംസാരിച്ച അനാവശ്യമായ ഒരു വാക്ക് പോലും ഏറ്റെടുക്കാൻ നമ്മുടെ ഉമ്മ പോലും, വലൗ കാന ദാ ഖുർബ, ഏറ്റവും അടുത്ത ആളുകൾ പോലും ഉണ്ടാവില്ല. അവനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ, അത് ഞാൻ കാരണമാണ്, അത് ഞാൻ ഏറ്റെടുത്തോളാം, അതിന് അവനൊന്നും പറയണ്ട, അവനതിന് ശിക്ഷിക്കണ്ട എന്ന് പറയാൻ നമ്മുടെ ഉമ്മ പോലും, നമ്മുടെ ഉപ്പ പോലും, നമ്മളോട് ഏറ്റവും അടുത്തവര് പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർപ്പിക്കാൻ, യൗമുൽ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅ, ലാ ബൈഉൻ, അന്നൊരു ഇടപാടില്ല, എന്റെ കുറച്ച് നീ എടുത്തോ, നിന്റെ കുറച്ച് ഞാൻ എടുത്തോളാം, ഇതൊക്കെ നീ ഒന്ന് ഏൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പകരം കുറച്ചാൾ നരകത്തിൽ പോയി കിടക്കാം, എന്നിട്ട് പകരം നീ കുറച്ചാൾ സ്വർഗത്തിലിരുന്നോ, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നീ ഇപ്പുറത്ത് വന്നോ. ഇല്ല, അങ്ങനെ സംസാരങ്ങളൊന്നുമില്ല. വലബൈകുൽ, കൊടുക്കൽ വാങ്ങലുകളൊന്നും പിന്നെ അവിടെ ഇല്ല, വിട്ടുവീഴ്ചകളൊന്നുമില്ല. ഇന്ന് ഞാൻ നിന്നോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്, അന്ന് നിന്നോട് വിട്ടുവീഴ്ച ചെയ്യാത്തതിന്റെ പേരിൽ, നിന്നോടന്ന് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് എന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലതും, ഞാൻ നിന്നോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്, നീ ഒന്നൊരു മാപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊരു മാപ്പ് പറഞ്ഞാൽ ഇതൊന്നും ഒഴിവായി കിട്ടുമോ. ലാ ബൈഉൻ, അങ്ങനത്തെ ഒരു ഇടപാടും ആ ഒരു ലോകത്ത് നമുക്ക് നേരിടാനില്ല. വലാ ഖുല്ലത്തുൻ, അന്നൊരു ഫ്രണ്ട്ഷിപ്പില്ല, അന്നൊരു ബന്ധങ്ങളില്ല, അന്നൊരാൾക്കും ഒരാളോടും സംസാരിക്കണ്ട, ഒരു വിശേഷവും അന്വേഷിക്കണ്ട, ഒരാളുടെ കുറ്റവും പറയണ്ട, ഒരാളുടെ നല്ലതും ചീത്തതൊന്നും പറയാനില്ല. വലാ ശഫാഅ, ഒരാൾക്കും ഒരു റെക്കമെൻഡേഷനും പറയാനില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വത്തഖൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാത്മാവിനും ഒരു മനുഷ്യനും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ, വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, എന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ, എന്റെ വാപ്പ അത്തരക്കാരനല്ല, ആ തെറ്റെന്റെ വാപ്പ ചെയ്യൂല എന്നൊന്ന് പറയാൻ, എന്റെ മക്കൾ അങ്ങനെ ചെയ്യുകയില്ല എനിക്ക് ഉറപ്പാണ് എന്നൊന്ന് വക്കാലത്ത് പറയാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ നിന്നുകൊണ്ട് ഒരാൾക്കും ഒരു റെക്കമെൻഡേഷനും നടക്കാത്ത ഒരു ദിവസമാണ്. വലാ യുഖദു മിൻഹാ അദ്ലുൻ, അന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാൻ, റബ്ബേ അതുകൊണ്ടല്ല, ഇത് ഇങ്ങനെ കൊണ്ട് പറ്റിപ്പോയതാണ്, അത് ഇവനും കൂടെ അതിലുണ്ട്, അത് അങ്ങനെ സംഭവിച്ചു, ഇതൊന്നും പറയാനില്ലാത്ത ഒരു ദിവസം. ഒറ്റക്കൊറ്റക്ക് നമ്മളെല്ലാവരും നമ്മൾ മാത്രമായിക്കൊണ്ട്, നമ്മളും റബ്ബും മാത്രമായിക്കൊണ്ടുള്ള ഒരു ദിവസം. അന്ന് ഫാമിലി ഗ്യാതറിങ്ങുകളിൽ നമ്മൾ കൂടിയിരുന്ന് സംസാരിച്ച് സന്തോഷിച്ച ആളുകളൊക്കെ അപ്പുറത്തുണ്ടാവും. നമ്മുടെ വാപ്പ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാകും, നമ്മുടെ ഉമ്മ ഉണ്ടാവും അപ്പുറത്ത്. ഒരാൾക്കും പരസ്പരം സംസാരിക്കണ്ട, ഒരാൾക്കും അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാൻ, അവൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, അവനെ എനിക്ക് നല്ലപോലെ അറിയാം, അവന്റെ കൂടെ ഞാൻ എത്ര നാളുണ്ടായിരുന്നതാ, ഞങ്ങൾ എത്ര നാൾ ഒരുമിച്ച് താമസിച്ചിരുന്നതാ,
എന്റെ ഭാര്യയുമൊത്ത് ഞാൻ എത്ര വർഷക്കാലം ജീവിച്ചതാ, 30-40 വർഷമൊക്കെ ജീവിച്ചതാ. അവൾ അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യൂല, അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഉണ്ടാവൂല, അങ്ങനെ ഒരു ഉദ്ദേശം കുറിപ്പൊന്നും അവളുടെ മനസ്സിൽ ഉണ്ടാവൂല, അതൊന്നും ഇല്ല, അതൊന്നും അങ്ങനെയല്ല എന്നൊന്നും പറയാൻ വലാഹും യുൻസറൂൻ, ഒരാളെയും സഹായിക്കാനില്ലാത്തൊരു ദിവസം. ഇന്ന് നമ്മളെല്ലാവരെയും സഹായിക്കുന്ന ആളുകളാണ്, നമ്മളെ ആളുകളൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കാൻ. എന്നാൽ അന്നത്തെ ആ ഒരു ദിവസത്തിൽ ഒരാളോടും ഒരു സഹായം ചോദിക്കാനോ ഒരാളും ഇങ്ങോട്ട് വന്ന് സഹായിക്കാനോ വലാഹും യുൻസറൂൻ, അങ്ങനെ ഒരു സഹായം എന്ന് പറയുന്ന ഒരു ദിവസമില്ല. നിസ്സഹായനായിക്കൊണ്ട് താൻ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മാത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അത് മാത്രമുള്ള ഒരാളുടെ രക്ഷയ്ക്ക് വരുന്ന ഒരു ദിവസത്തിലേക്കാണ് നമുക്കൊക്കെ ചെന്നു ചേരാനുള്ളത്. ഇമാം തബരി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുക, ഇന്നഹും യൗമഇദിൻ ലാ യൻസുറുഹും നാസിർ, സഹായികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഈ ദുനിയാവിൽ ഇങ്ങനെ പൊതുപ്രവർത്തനത്തിനും ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടാവും. സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകൾ, അല്ലാതെ വീട് വെക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാ പ്രയാസങ്ങളും എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആളുകൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുക, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, എന്നാലും പോയി ഞാനൊന്ന് സംസാരിച്ച് നോക്കിയാൽ അങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ സഹായിക്കാൻ, സഹകരിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാകും. അങ്ങനെ ഒരു നാസിറിനും ഒരു സഹായിക്കും ഒരാളെയും പോയി സഹായിക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഒരു ഷാഫിഇനും ഇന്ന് റെക്കമെൻഡേഷനുമായി പോകുന്ന ആളുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സുഹൃത്തിനെയോ നമ്മുടെ ആരെങ്കിലും ഒക്കെയോ ഒന്ന് എന്തെങ്കിലും ഒരു കേസിനകത്ത് പോയി എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പോലീസ് പിടിച്ചു, നമുക്ക് വിളിച്ചു പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഒന്ന് ഇന്ന ആളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാൻ, എനിക്ക് ഇന്ന മന്ത്രിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഇന്ന മന്ത്രിയുടെ PA പരിചയമുണ്ട്, ഇന്ന MLA പരിചയമുണ്ട്, അയാൾ എൻ്റെ ഉപ്പാടെ ഫ്രണ്ടാണ്, അയാൾ വഴി ഒന്ന് വിളിച്ചു പറയാം, ഇയാൾ വഴി ഒന്ന് വിളിച്ചു പറയാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലൊന്ന് വിളിച്ചു പറയാം, ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെ ഒരു റെക്കമെൻഡേഷനും നമുക്ക് വേണ്ടി ആരും പറയാനില്ലാത്ത ഒരു ദിവസം. വലാ യുഖ്ബലു മിൻഹും അദ്ലുൻ, ഒരു എക്സ്ക്യൂസും, എന്തെങ്കിലും ഒന്ന് പകരം കൊടുക്കാൻ, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാൻ, വലാ ഫിദിയത്തുൻ, ഒന്നുമില്ല, ഒന്നും പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലാത്തൊരു ദിവസം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, അവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ഒരുമിച്ച് കിട്ടിയാൽ അവരെ പകരം കൊടുത്താൽ അതുപോലും കല്ലാ ഇന്നഹാ ലദാ, അവിടെ നരകമാണ് അവന്റെ മുന്നിലുള്ളത്. അവൻ ആ സിറാത്ത് പാലത്തിലേക്കാണ് കാലെടുത്ത് വെക്കാനുള്ളത്. അവൻ നരകത്തിന്റെ ആളാണോ സ്വർഗത്തിന്റെ ആളാണോ, ഇത് മാത്രമാണ് അവന്റെ ടെൻഷൻ. അവിടുന്ന് അദ്ദേഹം പറയുക, നമുക്ക് താല്പര്യമുള്ള ചില ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമുക്ക് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും, കൂടുതൽ പരിഗണന കൊടുക്കുന്ന ആളുണ്ട്. അങ്ങനെ ഒരു പരിഗണനയും ഇല്ലാത്ത ദിവസം. അന്ന് എന്തെങ്കിലും കൈക്കൂലിയും കൊടുത്ത്, കൈമടക്കും കൊടുത്ത്, മലക്കുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ, വേറെ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് നീ ഇതൊന്ന് ഏക്കണം കേട്ടോ, എന്റെ ഇതൊന്ന് ഏക്കണം എന്ന് പറയാൻ, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ദിവസം. പരസ്പര സഹകരണങ്ങളും എല്ലാ ബന്ധങ്ങളും അവിടെ നിന്ന് ഉയർത്തപ്പെടുക. എല്ലാ സഹായങ്ങളും. ഒരാളോട് വിചാരണ ചെയ്യുന്നത് കാണുമ്പോ, ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കും, അവന്റെ മുഖം ഇങ്ങനെ നിലത്തുകുത്തി നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ഒരാൾക്കും ഒരു സഹതാപം പോലും തോന്നാത്ത ദിവസം. അത്രയേറെ അവന്റെ വികാരങ്ങൾ കെട്ടുപോകുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടാനുള്ളത്. അന്ന് വലത് കൈകളിൽ ഗന്ധം ലഭിക്കുന്ന ആളുകളുണ്ട്. അവൻ പറയുന്ന ഒരു വർത്താനം, ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഈ ഹിസാബിനെ പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ ഈ ഹിസാബിനെ വിചാരിച്ചിരുന്നു. എന്റെ ഓരോ നോക്കിലും, എന്റെ ഓരോ സംസാരത്തിലും, എന്റെ ഓരോ വാക്കിലും, എന്റെ ഓരോ പ്രവൃത്തിയിലും, ഓരോ ഇടപാടിലും, ഓരോ നടത്തത്തിലും മുലാഖിൻ ഹിസാബിയ, ആ ഹിസാബിനെ, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നാളെ എന്റെ ഉമ്മയെ വലിച്ച് നരകത്തിലേക്ക് എറിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എറിയപ്പെട്ടാൽ അന്നൊരു സഹതാപം പോലും ഒരു മനുഷ്യനും തോന്നാത്തൊരു ദിവസമാണ്. സ്വന്തം മക്കളുണ്ടാകും അവിടെ. ആ മക്കളെ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ, നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരെ നോക്കിയൊന്ന് സഹതപിക്കാൻ പോലും വികാരമില്ലാത്ത രൂപത്തിലായിരിക്കും നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ പ്രവാചകന്മാര് പോലും
ഭയവിഹ്വലരായിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ആളുകൾ അവരവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുമ്പോ അന്നിങ്ങനെ ആളുകൾ ചിന്തിക്കും, അന്നങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അന്നിങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല, അന്ന് അവനോട് അത് ആ ഇടപാട് വേണ്ടിയിരുന്നില്ല, അന്ന് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാമായിരുന്നു, അന്ന് പല ഹറാമുകളിൽ നിന്നും ഒഴിവായി നിൽക്കാമായിരുന്നു എന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ദിവസം ഉണ്ടാവും. വിചാരണ തുടങ്ങാതെ അള്ളാഹു അങ്ങേറ്റം കോപാകുലനായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആളുകൾ എല്ലാവരും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യണം, എന്താണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക. ആളുകൾ എല്ലാവരും കൂടെ ഓടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലും. ഫയഅ്തൂന ആദമ ഇന്ന റബ്ബി ഖദ് അളിബ അൽയൗമ ഗളബ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലും ഈ വിചാരണ ഒന്ന് ആരംഭിക്കാൻ. ഈ ദിവസത്തിൽ എന്തെങ്കിലും താങ്കൾക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉപ്പയാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലും. അവിടെ നിന്ന് പറയുക, ഇന്ന റബ്ബി ഖദ് അളിബ, അല്ലാഹു കോപാകുലനാണ്. അൽയൗമ ഗളബൻ, ഒരു വലിയ കോപത്തിലാണ് അല്ലാഹു. ലം യഗ്ദബ് ഖബ്ല, അല്ലാഹു ഇതിനു മുമ്പ് ഇങ്ങനെ കോപിച്ചിട്ടേ ഇല്ല. വലൻ യഗ്ദബ ബഅദഹു, ഇതിനുശേഷം അല്ലാഹു ഇങ്ങനെ കോപിക്കുകയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. വഇന്നഹു ഖദ് നഹാനി അനി ശജറ, എന്നെ കൊണ്ട് അല്ലാഹു ഒരു മരത്തിന്റെ അടുക്കലേക്ക് വിരോധിച്ചിരുന്നു. ആ മരത്തിന്റെ അടുക്കലേക്ക് വലാ തഖറബ ഹാദിഹി ശജറ എന്ന് അല്ലാഹു പറഞ്ഞിരുന്നു. എന്നിട്ടോ ഫഅസൈതഹു, ഞാൻ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. നഫ്സി നഫ്സി നഫ്സി, 3 തവണ അത് പറഞ്ഞുകൊണ്ട് ആളുകളോട് പറയും, ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും അടുക്കലേക്ക് പോ, എന്റെ അടുക്കലേക്ക് ആരും വരണ്ട, ഞാൻ ആ വിഷയത്തിൽ ഇവിടെ ടെൻഷനിലാണ്. ആ മരത്തിന്റെ അടുക്കലേക്ക് പോകരുതെന്നുള്ള പറഞ്ഞിട്ട് ഞാൻ പോയി, അതിന്റെ വിഷയത്തിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും അടുക്കലേക്ക് പോ, ഇദ്ഹബു ഇലാ നൂഹ്, നിങ്ങൾ നൂഹിന്റെ അടുക്കലേക്ക് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറഞ്ഞു വിടുകയാണ്. فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പശ്ചാത്താപം സ്വീകരിച്ചതാണ്. ആദം നബി പശ്ചാത്തപിച്ച് മടങ്ങി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞതാണ്. പക്ഷെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നേ ദിവസത്തെ ഭയാനകത കാണുമ്പോ, അന്നേ ദിവസത്തെ അള്ളാഹുവിന്റെ കോപം കാണുമ്പോ, ആ ദിവസത്തിന്റെ ഭീതി ഉണ്ടാക്കുന്ന രംഗങ്ങൾ കാണുമ്പോ, ആ വിഷയത്തിൽ എന്നെ നരകത്തിൽ അള്ളാഹു വിടുമോ, അള്ളാഹു എന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു ദിവസം. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ എത്രയാണ്. മനുഷ്യന്മാരെല്ലാവരും കൂടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലും. എന്നിട്ടോ ഖദ് കാനത് ലീ ദഅവത്തുൻ ദഅവതുഹാ അലാ ഖൗമി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ എന്റെ ഖൗമിനെതിരെ പ്രാർത്ഥിച്ചവനാണ്. അവിടെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടാണ് ആ വെള്ളപ്പൊക്കം വന്നതും ആളുകൾ നശിച്ചതും. ഞാൻ എന്റെ ജനതക്കെതിരെ പ്രാർത്ഥിച്ചവനാണ്. അള്ളാഹു അനുവദിച്ച പ്രാർത്ഥനയാണ്, അള്ളാഹു ഉത്തരം നൽകിയ പ്രാർത്ഥനയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ടെൻഷനിലാണ്. ആ വിഷയത്തിൽ ഞാൻ ആ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടാവുക. നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും അടുക്കലേക്ക് പോ, എന്റെ അടുത്തേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞ ആളുകളെ ആട്ടിപ്പായിക്കുന്ന ഒരു ദിവസത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടാനുള്ളത്. ഇദ്ഹബു ഇലാ ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിന്റെ അടുക്കൽ ചെല്ല്. ഇബ്രാഹിം ഖലീലാൻ, അള്ളാഹുവിന്റെ ഖലീലാൻ. നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഖലീലാൻ. നിങ്ങൾ അവിടെ ചെന്ന് നോക്ക്. അങ്ങനെ ആളുകൾ എല്ലാവരും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, വഇന്നി ഖദ് കുൻതു കദബ്തു 3 കളവുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 കളവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പേടിച്ചരണ്ട് നിൽക്കുക. ഏതാണ് ആ കളവുകൾ? ഏതാണ് ആ കളവുകൾ? ആ വിഗ്രഹത്തെ തച്ചുടച്ചിട്ടപ്പോ ആളുകൾ ചോദിച്ചു, ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ആ വലിയ വിഗ്രഹമായിരിക്കും ചെയ്തത് എന്ന് ആളുകളെ തൗഹീദ് പഠിപ്പിക്കാൻ, ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു കളവായിട്ടായിരിക്കും പരിഗണിക്കുക. അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ആളുകൾ എല്ലാവരും കൂടെ പോകുന്ന നേരത്ത് ഇബ്രാഹിം താങ്കൾ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോ എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആളുകൾ പോയതും അദ്ദേഹം ആ വിഗ്രഹത്തെ തച്ചുടച്ചതും. ഈ രൂപത്തിൽ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം ഇത് കളവായി അല്ല പരിഗണിച്ച് എന്നെ ശിക്ഷിക്കുമോ, എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ഒരു ദിവസം. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ പോ, നിങ്ങൾ എന്റെ അടുത്ത് നിന്നും പോ,
നിങ്ങൾ വേറെ ആരെങ്കിലും അടുക്കൽ നിന്ന് ചോദിക്ക്. ഇദ്ഹബു ഇലാ മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെന്ന് ചോദിക്ക്, എനിക്കൊന്നുമില്ല. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂസാ നബിയുടെ അടുക്കൽ ചെല്ലും. മൂസാ നബി പറയും, ഞാൻ ഒരാളെ അടിച്ചു, അയാൾ മരണപ്പെട്ടു പോയി. അള്ളാഹു എന്നോട് അങ്ങനെ കൽപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ അടിച്ചപ്പോ ഒരു അബദ്ധം പറ്റിയതാണ്, അള്ളാഹു പുറത്തു കൊടുത്തതാണ്. പക്ഷെ ആ ദിവസത്തിന്റെ ഭയാനകത കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൊലപാതകത്തിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയിലാണ്. നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഈസാ നബിയുടെ അടുക്കൽ ചെല്ലുമ്പോഴും ഈസാ നബി പറയും, ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും അടുക്കൽ പോ. ആളുകൾ എന്നെ വിളിച്ച് ആരാധിച്ചിട്ടുണ്ട്, എന്നെ ഇലാഹാക്കിയിട്ടുണ്ട്, അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് പേടിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ വളരെയേറെ സുഖത്തിലും സൗകര്യത്തിലും ഏത് വെളിപ്പുറത്തും ആളുകളും ഏത് സഹായത്തിനും ഈ ദുനിയാവിന്റെ ഏതേത് രംഗത്തിനും നമുക്ക് സഹായം ആവശ്യപ്പെട്ടാലും അവിടെയൊക്കെ നമ്മളെ സഹായിക്കാനും നമ്മളെ പരിചരിക്കാനും നമ്മളെ 2 ദിവസം കണ്ടില്ലെങ്കിൽ വന്ന് അന്വേഷിക്കാനും നമുക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനും നമ്മുടെ മുഖമൊന്ന് വാടിയിരുന്നാൽ എന്തു പറ്റി എന്ന് ചോദിക്കാനും ഒക്കെ നമുക്കിവിടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ആളുകളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഉള്ള ഒരു ലോകത്ത് തന്നെ ഒരാരെപ്പറ്റിയും അന്വേഷിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം നഫ്സിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവാചകന്മാരടക്കം ഭയവിഹ്വലരായി നിൽക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് നമുക്കെല്ലാവർക്കും എത്തിച്ചേരാനുള്ളത്. വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ എന്ന് മലായികത്തിങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അന്നേ ദിവസം മലക്കുകൾ പോലും ഖശ്യതിഹി മുശ്ഫിഖൂൻ, ഭയത്തോടുകൂടി വിറച്ചായിരിക്കും മലക്കുകൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അവർ തെറ്റുകൾ ചെയ്തിട്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിച്ചിട്ടല്ല, പക്ഷെ ആ ദിവസത്തിന്റെ ഭയാനകത അത് മനസ്സിലാക്കിയിട്ടാണ്, അള്ളാഹുവിന്റെ കോപം അത് മനസ്സിലാക്കിയിട്ടാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ നമ്മുടെ ഓരോ സ്റ്റെപ്പും, നമ്മുടെ ഓരോ സംസാരങ്ങളും, നമ്മുടെ ഓരോ പ്രവർത്തികളും നാളെ ഇതുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഒരാളുടെയും സഹായമില്ലാതെ, ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ, ഒരു ഒഴുതുറും പറയാനില്ലാതെ, സ്വന്തം ഉമ്മയെ, സ്വന്തം കുട്ടിയെ, സ്വന്തം മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഒരു അനുകമ്പയോടുകൂടി അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന തോന്നൽ പോലുമില്ലാതെ വികാരങ്ങൾ മരവിച്ചിരിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതൊരു പക്ഷേ ആ ദിവസത്തിന് മുന്നോടിയായി നമ്മുടെ ഖിയാമത്ത് നടക്കുന്നത് നാളത്തെ നമ്മുടെ മരണത്തോടുകൂടി അത് ആരംഭിക്കുകയാണ്. ഇതെന്നോ വർഷങ്ങൾക്ക് അപ്പുറം നടക്കാനുള്ള എന്തോന്നല്ല. ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ ഹിസാബ് അവിടെ ആരംഭിക്കുകയാണ്. നമ്മളൊരു പക്ഷെ ഇന്ന് മരണപ്പെട്ടാൽ ഈ ദിവസത്തിലേക്ക് നമ്മൾ വളരെയേറെ അടുത്തിരിക്കുകയാണ്. നമ്മൾ നാളെ രാവിലെ മരണപ്പെട്ടാൽ ആ ഖിയാമത്ത് നാട് നമുക്ക് പിന്നെ അടുത്താണ്. ആ ഒരൊറ്റ സൂറെന്ന കാഹളത്തിലൂതേണ്ട ഒരു സമയം മാത്രമാണ് നമുക്ക് ബാക്കി അവശേഷിക്കുന്നത്. അതുകൊണ്ട് എഴുപത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഞാൻ ഇതുപോലെ ഒറ്റക്ക് നിൽക്കേണ്ടവനാണ്. അന്നൊരാളെയും എനിക്കൊന്നും ബോധിപ്പിക്കാനുണ്ടാവില്ല, ഒരാളെയും സഹായിക്കാനില്ല, ആരും എന്നെ സഹായിക്കാനുമില്ല. അങ്ങനെ ഒരു ദിവസത്തിൽ നിൽക്കേണ്ടവനാണ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന ബോധത്തോടു കൂടി വേണം ദുനിയാവിന്റെ എല്ലാ രംഗങ്ങളിലും ഇടപെടാൻ. ഓരോ സംസാരങ്ങളും, ഓരോ പ്രവൃത്തിയും, ഓരോ ഇടപെടലും അങ്ങനെയായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ثبت قلوبنا على دينك، ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وأقم الصلاة.